ഗുഡ് മോർണിംഗ് മക്കളെ. ഇതേ നമ്മൾ റാഷണൽ നമ്പേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. റാഷണൽ നമ്പേഴ്സിലെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ആദ്യം നമ്മൾ ചെയ്യുന്ന അഡീഷൻ. അഡീഷന്റെ എന്തായിരിക്കണം? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആയിരിക്കണം അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ റാഷണൽ നമ്പേഴ്സ് നമുക്കറിയാം, റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഇത്ര നാൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫ്രാക്ഷൻ എപ്പോഴും നെഗറ്റീവ് വാല്യൂസ് വരണമെന്നില്ല, പക്ഷേ റാഷണൽ നമ്പേഴ്സിൽ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് വരാം. മനസ്സിലായി? ഇൻറ്റിജേഴ്സിനെയാണ് നമ്മൾ p/q ഫോമിൽ എഴുതുന്നത്. നോക്കിയേ, ഇത് രണ്ടും ആഡ് ചെയ്യാം. നമുക്കറിയാം, ഫ്രാക്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. നമ്മൾ എന്ത് LCM ഒക്കെ എടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഇതായിരിക്കും. ഞാൻ ക്രോസ് ചെയ്ത് അതിൻ്റെ ഡിനോമിനേറ്റർ അങ്ങ് സെയിം ആക്കും. എങ്ങനെ? ഇവരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇവരെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. Denominators തമ്മിൽ multiply. 7 into 2 40. സോറി 40. പക്ഷെ സൈൻ ഉണ്ട്. -2 into 7 ആണ്. നമുക്കറിയാം, പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ മൈനസ് ആണ്. അപ്പൊ എത്ര കിട്ടും? -14. ഇതിന്റെ ഇടയ്ക്കുള്ള സൈൻ എത്രയായിരുന്നു? +5 into 3 15. ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ 7 into 3 21. ഓക്കെ, ഇനി ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. മീനിട്ട് നമ്മൾ എന്താണോ അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ചെയ്യണം. എന്താ മക്കളെ ഇവിടെ ചെയ്യണ്ടേ? -14 +15. ഒരു പ്ലസും മൈനസും കൂടെ വന്നാൽ പറഞ്ഞു കറക്റ്റ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഏത് സൈൻ കൊടുക്കുന്നു? വലുതിന്റെ സൈൻ. പ്ലസ് അല്ലേ വലുത്, 15 അല്ലേ വലുത് സൈൻ. അപ്പം 1/21. സോറി, പ്രശ്നം. നമ്മളിപ്പോൾ ചെയ്തത് A + B ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? B + A ചെയ്ത് നോക്കണ്ടേ? തിരിച്ച് ചെയ്ത് നോക്കാം. ഏത്? 5/7 + -2/3 ഒന്ന് ചെയ്ത് നോക്കാം. തിരിച്ചും ചെയ്യണം. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം മെത്തേഡ് നമ്മൾ ക്രോസ് ചെയ്യും അല്ലേ? ക്രോസ് ചെയ്തേ. 5 into 3 15. ഇവിടെ സൈൻ എന്നാ മക്കളെ? പ്ലസ് ആണ്. പിന്നെ 7 into -2. 7 into -2 +7 മൈനസ്. പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ -14 അല്ലേ? ഞാൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ ഇവിടെ തമ്മിൽ 21. ഇവിടെ ഒരു പ്ലസും മൈനസും. +15 -14 പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ലാർജർ സൈൻ കൊടുക്കുന്നു. 1/21. നമുക്ക് A + B യും B + A യും സെയിം ആണ് കിട്ടി. അറിയാമല്ലോ, ഇപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ അറിയാവുന്നത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ. നമ്മൾ ഒരെണ്ണത്തിലൊന്നും നമ്മൾ സമ്മതിച്ചു കൊടുക്കത്തില്ല. നമ്മൾ ഒരു എക്സാമ്പിളൂടെ ചെയ്യാൻ പോവാണ്. ഇത് കണ്ടോ? എന്നിട്ട് എഴുതാവേ. -6/5 -8/3. ഇവിടെ ഇപ്പം രണ്ട് നെഗറ്റീവ് വാല്യൂസ്. മുമ്പേ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസും ആയിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ മുമ്പത്തെ പോലെ തന്നെ ക്രോസ് അല്ലേ? -6 into 3 -18. പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ മൈനസ്. ഇതിൻ്റെ ഇടയ്ക്കത്തെ സൈൻ അതുപോലെ ഇട്ട് കൊടുക്കുക. +5 into -8. പ്ലസും മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ 40 ആണോ? 5 into 3 50. അതാണ് ചെയ്യുക. രണ്ട് നെഗറ്റീവ് വാല്യൂസ്. രണ്ട് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും മക്കളെ? അഡീഷൻ വന്നാൽ രണ്ട് നെഗറ്റീവ് വന്നാൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് T8 എന്ത് സൈൻ കൊടുക്കും? നെഗറ്റീവ് സൈൻ കൊടുക്കും. താഴെ എത്രയാണ്? 15. ഇപ്പം എത്ര വന്ന ആൻസർ? -58/50. ഇതിപ്പം ചെയ്തത് A + B. ഇനി B + A ചെയ്യുക. ഇത് ആദ്യം എഴുതുക. -8/3 ആദ്യം +-6/5. ഇവിടെ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കിയേ പറ്റത്തുള്ളൂ അല്ലേ? ഡിനോമിനേറ്റർ ഞാൻ ഒത്തിരി സ്ലോയിൽ പോകുന്നില്ല, കാരണം നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ കേട്ടോ. 8 into 5 40. സൈൻ എന്നാണ്? പ്ലസും മൈനസും കൂടെ മൈനസ്. ഈ സൈൻ ഇവിടുത്തെ പ്ലസ് സൈൻ. 5 into 6 3 into 6 18. സൈൻ എന്നാ മക്കളെ? മൈനസ്. സൈൻ എങ്ങനെ പറഞ്ഞ മൈനസ് ആണ്? ഒരു പ്ലസും മൈനസും കൂടെ ആണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഡിവൈഡഡ് ബൈ ഇവിടെ 5 into 3 15. ഇവിടെ നോക്കിയേ, രണ്ട് മൈനസ് സൈൻ തമ്മിൽ പ്ലസ് ചെയ്യാൻ വന്നാൽ ആഡ് ചെയ്യും. ആഡ് ചെയ്തിട്ട് എന്ത് സൈൻ കൊടുക്കും? ഓ, ഇവിടെ രണ്ട് സെയിം ആണ്. A + B ചെയ്തപ്പോഴും B + A എന്ന് വന്നപ്പോഴും സെയിം ആണ്. റാഷണൽ നമ്പേഴ്സിലെ അഡീഷൻ A + B = B + A. അപ്പം നിങ്ങൾ എന്ത് എഴുതും?
റാഷണൽ നമ്പേഴ്സ് അണ്ടർ, ഞാൻ ഫുൾ എഴുതുന്നില്ല, അണ്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായോ? A+B ചെയ്താലും B+A ചെയ്താലും എന്ത് തന്നെ വന്നു? സെയിം ആൻസർ തന്നെ വന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇനി സബ്ട്രാക്ഷൻ കൂടെ നോക്കാം. സബ്ട്രാക്ഷൻ ഇവിടെ നോക്കാം. എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അടുത്ത വീഡിയോയിൽ. സബ്ട്രാക്ഷൻ അപ്പൊ എന്നാ വരണം? A - B = B - A വരുന്നുണ്ടോ നമുക്കൊന്ന് നോക്കാം. സബ്ട്രാക്ഷൻ എക്സാമ്പിൾസ് നോക്കട്ടെ. റാഷണൽ നമ്പേഴ്സ് അല്ല, സബ്ട്രാക്ഷനിൽ. ഓക്കെ, 2/3 - 5/4. ആദ്യം ഇത് ചെയ്യാം. 2/3 - 5/4. നമ്മളെപ്പോഴും ഇൻഡിജേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യുന്നതിനെക്കാട്ടി എളുപ്പം അല്ലേ നോക്കാം. നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഡിനോമിനേറ്റർ സെയിം ആക്കണ്ടേ? എങ്ങനെ ചെയ്യണം? ക്രോസ് ചെയ്യാം ആദ്യം. സബ്ട്രാക്ഷൻ അല്ലേ? 4 × 2 8. സൈൻ എന്നാ ഇവിടെ? മൈനസ്. ഓക്കെ, 5 × 3 18 ബൈ ഇവർ തമ്മിൽ 12 അല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നമ്മൾ സബ്ട്രാക്ഷനാണ് വരുന്നെങ്കിൽ ഏതിൻ്റെ കേസിൽ? ഇൻഡിജേഴ്സ്. ഇവിടെ ഇൻഡിജേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മൈനസ് ഇൻഡിജേഴ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എവിടെ തൊട്ട് മാറ്റും? നമ്മൾ ഇവിടെ തൊട്ട് അങ്ങ് മാറ്റും അല്ലേ? ആദ്യത്തെ 8 അതുപോലെ എഴുതി. ഇവിടെ തൊട്ട് സൈൻ മാറുവാണ്. പ്ലസ് ഈ 18 എന്നാ സൈൻ ആയിരുന്നു? പ്ലസ് ആയിരുന്നു. അപ്പൊ അതെന്തായിട്ട് മാറും? -18. അപ്പൊ ഈ 8 ഓൾറെഡി പ്ലസ് ആയിട്ട് കിടപ്പുണ്ട്. താഴെ അതുപോലെ തന്നെ എഴുതിക്കും കേട്ടോ മക്കളെ. ഇത് ഏതിന്റെ കേസിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. സബ്ട്രാക്ഷൻ വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും അഡിറ്റീവ് ഇൻവേഴ്സ് ചെയ്തിട്ട് കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ തൊട്ടാണ് നമ്മൾ മാറുന്നത്. മൈനസ് സൈൻ പ്ലസ് ആയി. +18 ആയിരുന്നു. ഇനി നോക്കിയേ, +8 -18. ഒരു പ്ലസും മൈനസും നമ്മൾ ആഡ് ചെയ്യാൻ വന്നാൽ സബ്ട്രാക്ട് ചെയ്യും. എത്ര വരും? എന്നിട്ട് വലുതിന്റെ സൈൻ -10/12 എന്ന് വന്നു. വേണ്ടി ഇതിനെ ചെറുതാക്കാം അല്ലേ? നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 5/6 എന്നാക്കാം വേണമെങ്കിൽ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചെയ്തത് A - B ആണ്. നമ്മൾ തിരിച്ച് ചെയ്യാൻ പോവാണ്. B - A. ആദ്യം 5/4 ആദ്യം എഴുതാം. ഇത് A, ഇത് B. -2/3. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം ക്രോസ് ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമുക്ക് എന്തിന് പോകാം? അഡിറ്റീവ് ഇൻവേഴ്സിലേക്ക് പോകാം. 5 × 3 15. എന്നിട്ട് സൈൻ എന്നാ മക്കളെ? -4 × 2 8 വരുതാൻ വേണ്ടി. സോറി 12 അല്ലേ? സോറി ഞാനിവിടെ 18 എഴുതിയത്. സോറി, ഞാൻ 15 ആണ് കേട്ടോ. 15 എനിക്ക് രണ്ടാമത് ചെയ്ത് ശ്രദ്ധിച്ച് 15 ആണ്. 15 - 8 3 8. അപ്പൊ 8 18 15 ഇതിന് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. -7/12 ആണ്. ശരിയല്ലേ? ഇപ്പം സോറി, ഇടയ്ക്കൊരു തെറ്റ്, എൻ്റെ ഒരു ശ്രദ്ധിക്കാഞ്ഞോണ്ടാണ്. മനസ്സിലായില്ലേ? 15 ഇനി ഇവിടെ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മൈനസ് സൈൻ വന്നോണ്ട് ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് കാണാൻ പോവാണ്. അപ്പം ആദ്യത്തെ കേസ് അവിടെ കിടക്കട്ടെ, 15 അവിടെ കിടക്കട്ടെ. ഇവിടെ തൊട്ട് നമ്മൾ മാറ്റും. ഈ മൈനസ് സൈൻ എന്നാകും? മാറും മക്കളെ, പ്ലസ് സൈൻ ആകും. ഇത് +8 ആയിരുന്നു, അത് -8 ആയിട്ട് മാറി. /12 കണ്ടോ? ഒരു പ്ലസും ഒരു മൈനസും വന്നു. ആഡ് ചെയ്യാൻ വന്നു. പ്ലസും മൈനസ് ആഡ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. 7 എന്നിട്ട് വലുതിന്റെ സൈൻ. വലുതാരാ ഇവിടെ? 15 അല്ലേ? അപ്പൊ പ്ലസ് സൈൻ വരും. /12. ഇവിടെ സെയിം വന്നോ? ഇല്ല, ആൻസർ സെയിം ആണ്, പക്ഷേ സൈൻ മാറിപ്പോ. ഇവിടെ -7/12 ആണ്, ഇവിടെ 7/12 ആണ്. അപ്പൊ കമ്മ്യൂട്ടേറ്റീവ് ആണോ? ഏത്? സബ്ട്രാക്ഷൻ അല്ലെന്നാണ് നമുക്ക് ഒരെണ്ണം ചെയ്തപ്പോൾ കിട്ടിയത്. ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കണ്ടേ? നമ്മളിത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സബ്ട്രാക്ഷൻ അഡീഷൻ ഒക്കെ പഠിക്കും അല്ലേ? അടുത്ത ഒരെണ്ണം നോക്കാവേ. -1/2 -
3/5. ഓക്കെ, ആദ്യം നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സിലേക്ക് പോകാം കേട്ടോ. ചെയ്തേ, എങ്ങനെ വരും? 5 ഇൻറ്റു -1 +5ഉം -1ഉം. അപ്പൊ ആൻസർ എന്നാ? പ്ലസ് ഇൻറ്റു മൈനസ് -5. ഓക്കെ, ഇത് തന്നെ മക്കളെ മൈനസ് ഇവർ തമ്മിൽ 3 ഇൻറ്റു 2 6 ഇവർ തമ്മിൽ 5 ഇൻറ്റു 2 10. പക്ഷെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആണല്ലോ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തൊട്ട് മൈനസ് വന്നു, നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്, ഇവിടെ തൊട്ട് നമ്മൾ മാറ്റുക. -5 അതുപോലെ തന്നെ കിടക്കട്ടെ, ഈ മൈനസ് എന്നായിട്ട് മാറും പ്ലസ്. ഇത് +6 ആയിരുന്നു, ഇതാരാകും? -6 താഴെ അതുപോലെ തന്നെ. ഇവിടെ നോക്ക് മക്കളെ, രണ്ടും മൈനസ് വാല്യൂസ് ആഡ് ചെയ്താൽ ആഡ് ചെയ്തിട്ട് ഒരുപോലെ ആണെങ്കിൽ അങ്ങ് ആഡ് ചെയ്യുക, വ്യത്യാസമാണെങ്കിൽ മാത്രമേ ഉള്ളൂ സബ്ട്രാക്ഷൻ വരുന്നത് കേട്ടോ. 11 -11 അല്ലേ, -n കൊടുത്തു, -11/10. ഇനി നമുക്ക് b - a ചെയ്ത് നോക്കാം. ആദ്യം 3/5 വന്നു, -1/2. പക്ഷെ ഇങ്ങനെയാണോ? മുമ്പത്തെ പോലെ തന്നെ ആദ്യം നമ്മൾ ക്രോസ് ചെയ്ത് ഡിനോമിനേറ്റർ സെയിം ആക്കിയിട്ട് 3 ഇൻറ്റു 2 അത് പ്ലസ് 6. ഈ സൈൻ കണ്ടോ? മൈനസ് 5 ഇൻറ്റു -1 5 ഇൻറ്റു 1 5 ആണ്, പക്ഷേ ഒരു പ്ലസ് മൈനസും കൂടെ ചെയ്യുമ്പോൾ മൈനസ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10. ഓക്കെ, മൈനസ് ഇവിടെ മൈനസ് ചെയ്യാൻ വന്നോണ്ട് ഇവിടെ തൊട്ട് നമ്മൾ എന്ത് കാണും? അഡിറ്റീവ് ഇൻവേഴ്സ്. ഓക്കെ, 6 അഡിറ്റീവ് ഇൻവേഴ്സ് ഇവിടെ തൊട്ടാ ഇതെന്നാവും? പ്ലസ് ആകും. -5 ആയിരുന്നു, അതെന്തായിട്ട് മാറും? +5. പ്ലസ് 9 ഇടണോ? 2. ഓക്കെ, 2 + 6 + 5 എത്രയാ? 11/10. ഇവിടെ നോക്കിയാൽ മക്കളെ കണ്ടോ, ആൻസർ സെയിം ആണ്, പക്ഷേ സൈൻ മാറിപ്പോയി. അപ്പം a - b = b - a ആണോ? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, പെട്ടെന്ന് എഴുതാം. a - b not equal to b - a. പിന്നെ therefore റാഷണൽ ഞാൻ എഴുതുന്നില്ല, നമ്പേഴ്സ് അണ്ടർ ഏതിലാണ്? സബ്ട്രാക്ഷനില്ല. അഡീഷണൽ സെയിം ആട്ടോ, സബ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മനസ്സിലായില്ലേ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ളതാണ്. വീഡിയോ കാണണം. എത്ര പ്രാവശ്യം കാണും? 2 പ്രാവശ്യം. 2 പ്രാവശ്യം നിങ്ങൾ പഠിക്കുക. അതിന് ഞാൻ 2 എന്ന് പറയും കേട്ടോ. അതിൽ കൂടുതൽ കാണാനൊക്കെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ 2ൽ കുറയരുത്. ഓക്കെ മക്കളെ, എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഓക്കെ മക്കളെ, താങ്ക് യു.